ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള നമ്മുടെ യാത്രകളിൽ ചിലപ്പോൾ ചില യാത്രകൾ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. ഓരോരോ ലക്ഷ്യത്തിലേക്കുള്ള യാത്രകളിലും ഓരോ ബോഗിയിലും അനേകരുടെ മോഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. അവയിൽ ചിലത് തെളിയും, ചിലതണയും. എൻ്റെ പേര് ആഷ്ല. കണ്ണൂരിലാണ് എൻ്റെ വീട്. ഞാൻ ചെന്നൈയിലൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്യുകയായിരുന്നു. 2010 ഓഗസ്റ്റ് 1 ഒരു ട്രെയിൻ യാത്രയ്ക്കിടെ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി എന്ന സ്ഥലത്ത് വെച്ചുണ്ടായ ഒരപകടത്തിലാണ് ചലനശേഷി നഷ്ടപ്പെട്ട് ഞാൻ ക്വാഡ്രിപ്ലീജിക് ആയത്. അതിനുശേഷം 4 വർഷത്തോളം വിവിധ ആശുപത്രികളിൽ ഫിസിയോതെറാപ്പി ചെയ്യുകയായിരുന്നു. ഇനിയുള്ള കാലം ഒരു രോഗിയായല്ല, ഒരു വ്യക്തിയായി തന്നെ ജീവിക്കണം എന്നുള്ള ആഗ്രഹമാണ് താലീം ഇന്ത്യയെ പോലൊരു സ്ഥാപനത്തെ അന്വേഷിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. ആ അന്വേഷണങ്ങൾക്കൊടുവിൽ 2014 സെപ്റ്റംബർ 28 ഞാൻ ഈ സ്ഥാപനത്തിലേക്ക് എത്തുന്നത്. അന്നു മുതൽ ഇന്ന് വരെ എൻ്റെ ലോകം താലീം ഇന്ത്യയാണ്. ഇന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ രാജഗോപാൽ ഡോക്ടറും പിന്നെ താലീം ഇന്ത്യയിലെ ഓരോ അംഗങ്ങളും, അതുപോലെ വിവിധതരം വേദനകളുമായി താലീം ഇന്ത്യയുടെ പരിചരണം ഏറ്റുവാങ്ങുവാൻ ഇവിടെ എത്തിച്ചേരുന്നവരുമാണ്. എൻ്റെ പേര് രാജഗോപാൽ. ഞാൻ ഡോക്ടറാണ്. പാലിയേറ്റീവ് കെയർ ചെയ്യുന്നു. താലീം ഇന്ത്യയുടെ ചെയർമാനാണ്. 90കളിൽ ഞാൻ വേദന മാത്രം ചികിത്സിച്ച് നടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പഠിക്കുന്ന കാലം മുതലേ ആശുപത്രി നിറയെ വേദന തന്നെ കണ്ടാണ് ഞങ്ങളൊക്കെ ഡോക്ടർമാരായതും പിന്നെ പ്രാക്ടീസ് ചെയ്യുന്നതും. ഈ വേദനയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ എളുപ്പമാണ് എന്ന് വിചാരിച്ചു വേദന ചികിത്സിച്ച് തുടങ്ങി. അപ്പോഴാണ് മനസ്സിലായത് ഈ ശാരീരിക വേദന മാത്രമല്ല ഒരു വ്യക്തിക്ക് ജീവിതം ബുദ്ധിമുട്ടാക്കി മാറ്റുന്നതെന്ന്. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, മറ്റ് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ, പിന്നെ മാനസികവും സാമൂഹികവും ആത്മീയവും ഒക്കെ ആയിട്ടുള്ള വിഷമങ്ങൾ. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാനൊക്കുമോ എന്നുള്ള അന്വേഷണത്തിനിടയിലാണ് ഞാൻ പാലിയേറ്റീവ് കെയർ എന്ന പ്രസ്ഥാനത്തിനെ പറ്റി അറിയുന്നത്. ഭാരതമൊട്ടാകെ പാലിയേറ്റീവ് കെയർ ലഭ്യമാക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾ താലീം ഇന്ത്യ എന്ന സ്ഥാപനം രജിസ്റ്റർ ചെയ്ത് 2003 പ്രവർത്തനം ആരംഭിച്ചത്. എൻ്റെ ഓരോ ദിനവും തുടങ്ങുന്നത് താലീം ഇന്ത്യക്കൊപ്പമാണ്. എനിക്ക് അമ്മയും ഒരു ചേച്ചിയുമാണുള്ളത്. ഇവിടെ എൻ്റെ കൂടെ ഇപ്പോൾ താമസിക്കുന്നത് അമ്മയാണ്. അമ്മയാണ് എന്നെ എല്ലാ കാര്യങ്ങൾക്കും എന്നെ സഹായിക്കുന്നതും എനിക്കെല്ലാം ചെയ്തു തരുന്നതും. അതുപോലെ ഇവിടെയുള്ള എല്ലാവരും തന്നെ എനിക്ക് വേണ്ട എല്ലാ സഹായങ്ങൾക്കും എപ്പോഴും ഓടിയെത്തും. പിന്നെ ഞാനിപ്പോൾ താലീം ഇന്ത്യയിലെ ഒരു പേഷ്യൻ്റ് മാത്രമല്ല, ചെയർമാൻ്റെ എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റ് എന്ന വളരെ ഉത്തരവാദിത്തമുള്ള ജോലി കൂടെ ചെയ്യുന്നുണ്ട്. രാവിലെ തന്നെ ഇവിടെ നിന്ന് ഹോം കെയറിനുള്ള വാഹനങ്ങൾ പുറപ്പെടും. അന്ന് ഡ്യൂട്ടിയിലുള്ള ഡോക്ടർമാർ, നഴ്സുമാർ, വോളണ്ടിയേഴ്സ് എന്നിവരുടെ പല ഗ്രൂപ്പുകളാണ് കിടപ്പ് രോഗികളെ പരിചരിക്കുന്നതിനായി അവരുടെ വീടുകളിലേക്ക് പോകുന്നത്. ഓരോ രോഗികൾക്കും വേണ്ടുന്ന മരുന്നുകളും പരിചരണത്തിനാവശ്യമായ മറ്റ് അവശ്യ വസ്തുക്കളും ഓരോ ഗ്രൂപ്പുകളും കരുതിയിട്ടുണ്ടാവും. അടിയന്തര ശ്രദ്ധ ആവശ്യമായ ക്യാൻസർ അടക്കമുള്ള രോഗങ്ങളുമായി നിരവധി രോഗികൾ IP വാർഡുകളിലുണ്ട്. വളരെ ശ്രദ്ധയോടെയും സ്നേഹത്തോടെയും അവർക്കുള്ള ശുശ്രൂഷകൾ ഇവിടുത്തെ ഡോക്ടർമാരും നഴ്സുമാരും ചേർന്ന് നൽകുന്നു. രോഗികൾക്ക് ആവശ്യമായ ഭക്ഷണവും മരുന്നുമെല്ലാം സമൂഹത്തിലെ സുമനസ്സുകളുടെ സഹായത്താൽ താലീം ഇന്ത്യയിൽ നിന്നും തീർത്തും സൗജന്യമായി നൽകിപ്പോരുന്നു. നേരത്തെ ഡോക്ടർ രാജഗോപാൽ പറഞ്ഞതുപോലെ വേദന അനുഭവിക്കുന്ന നിരാലംബരും അല്ലാത്തവരുമായ ഒരുപാട് പേർ താലീം ഇന്ത്യയുടെ പരിചരണത്തിന് കീഴിലുണ്ട്.
അവരിൽ ചിലരെ ഞാൻ പരിചയപ്പെടുത്താം. ഞാൻ പ്രീത, തോന്നയ്ക്കലാണ് ഞാൻ താമസിക്കുന്നത്, തിരുവനന്തപുരം ജില്ലയിൽ. എനിക്ക് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് അസുഖം വരുന്നത്. സ്കോളിയോസിസ് എന്ന അസുഖമായിരുന്നു വന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഇടത് കാലിന് ചെറിയൊരു മുടന്ത് പോലെ ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ നടന്ന് പഠിക്കാനൊക്കെ പോകുമായിരുന്നു. 2000 കാലുകൾ അങ്ങ് തളർന്നു പോയി. ശ്രീചിത്രയിൽ ചെന്ന് MRI സ്കാൻ ചെയ്തപ്പോൾ നട്ടലിനകത്ത് ട്യൂമർ വളരുവാണെന്ന് പറഞ്ഞു. മറ്റുള്ളവരെ ആശ്രയിക്കാതെ എൻ്റെ ട്രീറ്റ്മെൻറ്റ് തന്നെ കൊണ്ടുപോകണമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ മുത്തുമാല, കമ്മൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർമ്മിച്ച് തുടങ്ങിയത്. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഫേസ്ബുക്കിൽ എത്തിപ്പെടുന്നത്. എനിക്ക് ഫേസ്ബുക്കിലുള്ള കൂട്ടുകാർ ഒരു കമ്പ്യൂട്ടർ വാങ്ങി തന്നു. ഇപ്പം ഞാൻ ഈ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വീൽ ചെയർ എനിക്ക് ഫേസ്ബുക്കിലെ കൂട്ടുകാർ വാങ്ങി തന്നതാണ്. വീട്ടിൽ അച്ഛനും അമ്മയും ആണുള്ളത്. പെങ്ങളെ വിവാഹം ചെയ്ത് അയച്ചു. എന്നെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും ആഹാരം കൊണ്ടു തരുന്നതും ഒക്കെ അമ്മ തന്നെയാണ്. അമ്മ ഇല്ലാത്തപ്പോൾ അത്യാവശ്യം വേണ്ടുന്ന സഹായങ്ങളൊക്കെ അച്ഛനും ചെയ്തു തരാറുണ്ട്. ഹോസ്പിറ്റലിൽ പോകാനല്ലാതെ പുറം ലോകം കാണുന്നത് പാലിയം ഇന്ത്യയെ പരിചയപ്പെട്ടതിന് ശേഷമാണ്. ഡോക്ടർമാരായിരുന്നാലും അവിടെ പ്രവർത്തിക്കുന്ന വോളണ്ടിയർമാരായിരുന്നാലും ഞങ്ങൾക്ക് ഒത്തിരി സപ്പോർട്ടീവാണ്. ഞാനിന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ എന്നിലേക്കുള്ള വളർച്ചയ്ക്ക് ഒരു വലിയൊരു സഹായം പാലിയം ഇന്ത്യ തന്നെയാണ്. ഇനി നമുക്ക് ഫാത്തിമയെ പരിചയപ്പെടാം. എൻ്റെ പേര് നബീസത്ത്. എൻ്റെ മോള് ഫാത്തിമ. അവൾ നടക്കേ ഇരിക്കുകയൊന്നും ചെയ്യൂല. അവളെ എടുത്തുകൊണ്ടാണ് നടക്കുന്നത്. എൻ്റെ സ്ഥലം ഭീമാപള്ളി. ജനിച്ചപ്പോഴേ ഉള്ളതാണ്. നടക്കേ ഇരിക്കുകയൊന്നും ചെയ്യാത്തത്. എൻ്റെ സഹായം ഉണ്ടെങ്കിൽ എൻ്റെ മോൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. 10 വർഷം കൊണ്ട് മെഡിക്കൽ കോളേജിലെ ചികിത്സയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 11 വയസ്സായി. ഇപ്പോൾ പാലിയേറ്റീവിൽ പോയിട്ട് 3 കൊല്ലമായി. പാലിയേറ്റീവിൽ പോയതിന് ശേഷം പല്ല് തേക്കുകയും മുഖം കഴുകുകയും എടുത്ത് എഴുതാനൊക്കെ പറ്റുന്നുണ്ട്. മുമ്പൊക്കെ ആണെങ്കിൽ പേന പിടിക്കാനും പോലും പറ്റൂലായിരുന്നു. പാലിയേറ്റീവ് പോയതിന് ശേഷം പേന പിടിച്ച് നല്ല ആരോഗ്യത്തോടെ എഴുതുന്നുണ്ട്. മോളിപ്പോൾ പഠിക്കുന്നത് 1ാം ക്ലാസ് തൊട്ടേ മോളെ സ്കൂളിൽ ഭീമാളി സ്കൂളിലാണ് ആക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം മോള് 7ലാണ് കയറുന്നത്. 9:30 കൊണ്ടാക്കിയിട്ട് 1 മണിക്ക് എടുത്ത് ബെഞ്ചിൽ കിടത്തിയിട്ട് മോൾക്ക് ഭക്ഷണം മാറി കൊടുത്തിട്ട് 4 മണിക്ക് വീണ്ടും പോയി എടുക്കും. പാലിയേറ്റീവിൽ നിന്ന് ഗുളിക കിട്ടുന്നുണ്ട്, മരുന്ന് മോൾക്ക് കൊടുക്കുന്നുണ്ട്. അവർ വീട്ടിൽ വന്ന് ഡോക്ടറും സിസ്റ്ററൊക്കെ വന്ന് നോക്കാറുണ്ട്. ഇത് മോളെ വാപ്പയാണെങ്കിൽ ജോലി കൂലിപ്പണിക്കാണ് പോണത്. കടപ്പുറത്തെ പണിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയി. മോളെ ചികിത്സിക്കാനുള്ള പൈസയൊന്നുമില്ല. ഒരുപാട് പൈസയൊക്കെ ആയി. ഇതിന് താഴെ 2 കുട്ടികളുണ്ട്. അതിനെ നോക്കണം, മോളെ നോക്കണം. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യത്തിലും കഴിഞ്ഞുകൊണ്ട് പോകണം. ഇത് ഫാത്തിമയുടെ ഒരു വല്യമ്മയുടെ വീടാണ്. ഞങ്ങൾക്ക് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഫാത്തിമയുടെ വല്യമ്മ പിടിച്ച് ചേർത്തതാണ്. അങ്ങനെ കഴിഞ്ഞുകൊണ്ട് ചേച്ചിയുടെ ഒരു കാരുണ്യം കൊണ്ടാണ് കഴിഞ്ഞു കൂടിക്കൊണ്ട് പോണത്. പാലിയേറ്റീവ് കെയറിനെ കുറിച്ച് പഠിക്കുവാൻ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും പ്രൊഫഷണൽസിനും സാധാരണക്കാർക്കും പാലിയം ഇന്ത്യ ഇവിടെ അവസരമൊരുക്കുന്നു. ഭാരതമൊട്ടാകെ നിന്നും ചിലപ്പോൾ വിദേശത്തു നിന്ന് പോലും താല്പര്യമുള്ളവർ ഇവിടെ എത്തിച്ചേരുന്നു. ഇങ്ങനെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള സന്നദ്ധ പ്രവർത്തകരുടെ കൂട്ടായ്മകളുമായി കൈചേർത്തുകൊണ്ട് കേരളത്തിന് പുറത്ത് 15ഓളം സംസ്ഥാനങ്ങളിൽ പാലിയേറ്റീവ് കെയർ തുടങ്ങുവാൻ പാലിയം ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. My name is Dr. John Ely. I'm a palliative care physician from the University of Minnesota in the U.S. I'm in the process of spending 2 months here in Kerala and Trivandrum, working with Dr. M.R. Rajagopal and his entire team here at Pallium India, bringing palliative care to many citizens of this city and state. Palliative care is a internationally recognized specialty to bring care to people with serious illness. Oftentimes it's symptom management, pain, other kinds of symptoms and suffering, but also addressing the other needs of human beings who have illnesses. When there's illness present, people need social support. They need spiritual support. They need understanding and explanation to relieve the suffering, the anxiety, the depression, the uncertainty that patients and their families experience with severe illness. Dr. Rajagopal and his team are very involved in providing these services here in Kerala.
വൈകല്യം വന്ന എല്ലാ മനുഷ്യർക്കും മറ്റേതെങ്കിലും ഒരു വിഷയത്തിൽ കൈവല്യം ഉണ്ടാവും. കൈവല്യം എന്ന് പറയുമ്പോൾ ഒരു എക്സ്ട്രാ ഓർഡിനറി എബിലിറ്റി. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ചെവി കേൾക്കാത്ത ഒരാളാണെങ്കിൽ കാഴ്ചശക്തി വല്ലാതെ കൂടും, ഊമയാണെങ്കിൽ കേൾവി വല്ലാതെ കൂടും, ബുദ്ധിശക്തി കൂടുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിൽ ഒരു ഡിഫക്റ്റിന് വേറൊരു എഫക്റ്റ് ഉണ്ടാവാതിരിക്കില്ല. അത് വളരെ പോസിറ്റീവായ എഫക്റ്റ് ആയിരിക്കും. അങ്ങനെ സൊസൈറ്റിയിൽ നമുക്ക് ഒരുപാട് പേരെ കാണാം. ഇതിൽ ഭൂരിഭാഗം പേരും മറ്റുള്ളവരുടെ ഒപ്പം തന്നെ എല്ലാ കാര്യത്തിലും വളരെ വളരെ ശക്തമായി വളരെ നിശ്ചയദാർഢ്യത്തോടെ തന്നെ അവർക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് ഈ ആളുകളിൽ ഒരുപാട് പേർ. പക്ഷേ ഇവർക്കൊക്കെയുള്ള ഒരേ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു കറക്റ്റായിട്ടുള്ള സപ്പോർട്ടും ഇല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളും അവരെ കണ്ടുപിടിച്ച് സൊസൈറ്റിയുടെ മുന്നിൽ കൊണ്ടുവന്ന് ഇത്തരം ആക്ഷനിലേക്ക് ഇത്തരം കാര്യങ്ങളിലേക്ക് അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ കൈപിടിച്ച് ഒന്ന് ഉയർത്താൻ ഉള്ള ഒരു സന്മനസ്സുള്ള ആളുകളുടെ കുറവുണ്ട് ഇതിനകത്ത്. ഇത് ഞാൻ പറയുന്നത് നമ്മളാലാവുന്നതും എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, എല്ലാവർക്കും ഒന്നും ചെയ്യാതിരിക്കാനും പറ്റിയെന്ന് വരില്ല. എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും വേണ്ടി ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ആനന്ദവും പുണ്യവുമായിട്ട് പിന്നീട് മാറും. ഇത് ബിജു, നെട്ടൂരാണ് വീട്. കുറേ സുഹൃത്തുക്കളുടെ കൂട്ടായ്മയിലൂടെയാണ് ബിജുവിന് ഈ മോട്ടറൈസ്ഡ് വീൽ ചെയർ കിട്ടുന്നത്. ഇപ്പം ശരിക്കും ബിജു പുറത്തേക്ക് ഇറങ്ങി തുടങ്ങി, പുറംലോകം കണ്ടു തുടങ്ങി, പുറമേയുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചു തുടങ്ങി. ഇപ്പം അക്യുപങ്ക്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ഇവിടുന്ന് ഏകദേശം 4-5 കിലോമീറ്റർ ദൂരെയാണ് ആ ഹോസ്പിറ്റൽ. അവിടേക്ക് ഈ ചെയറിൽ കണ്ടില്ലേ നിങ്ങളിത്, ഇതിനകത്താണ് ബിജു പോകുന്നത്. വീടിനകത്ത് നരകിച്ച് കഴിയുന്നവരെ ഈ 4 ചുമരിനകത്തിട്ട് അവരെ ഇട്ട് നരകിപ്പിക്കാതെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരിക. പാലിയം ഇന്ത്യയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളിയാവുകയും, അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ളവർ ഇവിടുത്തെ യൂത്ത് ഒരുപാട് അല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന സമയം ജീവിതത്തിൽ 1 മണിക്കൂറെങ്കിലും പാലിയം ഇന്ത്യയെ പോലെയുള്ള സംഘടനകൾക്ക് വേണ്ടി മാറ്റിവെച്ചാൽ അത് ശരിക്കും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പുണ്യകർമ്മമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. എനിക്കും നിങ്ങൾക്കും ഇപ്പോൾ 2 കാലിൽ എണീറ്റ് നടക്കാൻ പറ്റുന്നുണ്ട്. ഇതൊരു താൽക്കാലിക അവസ്ഥയാണ്. എനിക്ക് എന്നും അത് പറ്റില്ല എന്ന് എനിക്കറിയാം. എന്നെങ്കിലും എനിക്കും ഒരു രോഗം വരും, ഞാൻ കിടപ്പിലാവും. 10-ൽ 9 സാധ്യതയും പെട്ടെന്നൊരു മരണത്തിനല്ല. 10-ൽ 9 സാധ്യതയും കുറച്ച് നാൾ ഒരു രോഗാവസ്ഥയിലായിട്ട് പോകാനാണ്. ഇത് അവരുടെ പ്രശ്നമല്ല, ഇത് നിങ്ങളുടെയും എൻ്റെയും പ്രശ്നമാണ്, നമ്മുടെ എല്ലാം പ്രശ്നമാണ്. എനിക്ക് വയ്യാതാകുമ്പോൾ എനിക്ക് ഒരു കൈ താങ്ങ് തരേണ്ട ചുമതല നിങ്ങൾക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് സമൂഹത്തിൻ്റെ കടമയാണ്, ഒരു ഔദാര്യമല്ല. നാളെ നമുക്കും സഹായം വേണ്ടതാണ്. നമ്മൾ ഇന്ന് ചെയ്യണം. നമുക്ക് കിട്ടേണ്ടുന്ന ചുരുക്കം ചില സഹായങ്ങൾ സമൂഹത്തിൽ നിന്ന് തരാൻ ആരെങ്കിലും തയ്യാറാവുകയാണെങ്കിൽ നമുക്കും ഒരു പ്രൊഡക്റ്റീവായൊരു ജീവിതം, സാധാരണ പോലെ ഒരു ജീവിതം നയിക്കാനാവുമെന്ന് ഇവിടെ വന്ന് ഞാൻ പഠിച്ചു. അതുതന്നെയാണ് ഞാനിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതും. സന്തോഷത്തോടെ പഴയതുപോലെ ഒരു ജീവിതം, ആക്റ്റീവായിരിക്കുന്ന ഒരു ജീവിതം, വീട്ടിലൊരു ബെഡിലൊതുങ്ങാതെ ഇവിടെ വന്ന് ഇവിടെ ജോലി ചെയ്ത് എല്ലാവരുടെയും കൂടെ അവരുടെ സഹപ്രവർത്തകയായി അവരിലൊരാളായി ഞാനും സമൂഹത്തെ സേവിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നു. കാതോർക്കുകയാണ് പ്രതീക്ഷയുടെ ചൂളം വിളിക്കായി. ദൈവത്തിൻ്റെ മനസ്സുള്ള ചിലരുണ്ട് കൂടെ, ഇടറുമ്പോൾ കരം ഗ്രഹിക്കാൻ. അവരുടെ തണൽ നാളെകളിലേക്കുള്ള ചിറകു തുന്നുകയാണ്.